ഉളുപ്പുണ്ട് എനക്ക് എന്നോട് എത്ര പറയാ എന്നും എന്റെ ഈ വീടിന്റെ അടുത്ത് കൊടുത്തിട്ട് ഈ ചപ്പ് ഇങ്ങനെ കത്തിക്കല്ലേ പറയണ്ടേ ഞാൻ എന്റെ പറമ്പിൽ ഞാൻ കത്തിക്കും പോയിക്കേ ചോദിക്കായി നീ മനുഷ്യനെ മനഃപൂർവ്വം ചോദിക്കാറില്ല. അതന്നെയാണ് നിങ്ങളോട് ഞാനും ചോദിക്കണത്. ആ മരത്തിന്റെ ചില്ലങ്ങോട്ട് വെട്ടാൻ പറഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ടോ? ആ മരത്തിൽ ഇലയാണ് ഇത് മുയ്യേ. അതെ മരാകുമ്പോ അതിൽ ഇല ഉണ്ടാവും. ഇല കാറ്റത്ത് വന്ന് വീണുന്നും വരും. എന്റെ ഓള് കൂടി വന്ന് പെറുക്കിക്കട അവിടുന്ന് ഇല മുഴുവൻ പെറുക്കി എന്റെ പറഞ്ഞ നിനക്ക് കേൾക്കാൻ പറ്റില്ലേ? അവിടെ കേസ് വരെ കൊടുക്കടാ ഞാന് അകത്താക്കും ഞാൻ നോക്കിക്കോ. കള്ള ഹിമാറേ എന്നാ ഞാനത് വെട്ടാൻ വേണ്ടിയിരുന്ന നീ കേസ് കൊടുക്കെങ്കിലേ ആ മരം ഞാൻ വെട്ടില്ല. നീ എന്താ ചെയ്യുന്ന ഞാനൊന്ന് കാണാം. നമുക്ക് കാണാം. 3 നേരം പെൺകൊന്ത ഇനി നീ അവിടെ കത്തിച്ച ഞാൻ മീൻ കഴുകി വെള്ളത്തിൽ എന്റെ തൊടിയിലേക്ക് ഒഴിക്കും ഞാൻ. അത് ഒഴിക്കണത് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്റെ കൈ ഞാൻ കൊത്തു ഹിമാറേ. ഇങ്ങോട്ട് വേടാ കൊത്താൻ വേടാ എന്താക്കൂ മര്യാദക്കാരെ വിളിച്ചോണ്ടേക്കോ ഇല്ലെങ്കിണ്ടല്ലോ എന്റെ മജ്ജത്ത് സുശീലടിച്ചാ പിടിച്ച് കൊണ്ടോയിക്കോളെ. പിന്നെ അവള് വിളിച്ച വിളിയൊക്കെ നിന്റെ പോലെ പെൺകൊന്തനല്ല. എങ്ങനെയാ അതിനെ സൈക്കിൾ ഇതിന് പ്രാന്താട്ടാ ഇതിന് പ്രാന്താ പ്രാന്ത് എന്റെ ഓക്ക് സുശീലക്ക് ആ മുറെടുത്തോണ്ട് റെഡി മുറെടുത്ത് ഇങ്ങനെ കാലിയാ പൊത്തി ഇങ്ങോട്ട് പാടാൻ ഇങ്ങോട്ട് വാ അല്ലാന്ന് കൊറേ കാലം ഈ ഓലപ്പാമ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ട്. പെണ്ണുങ്ങളെ മുമ്പിൽ എടുത്തിട്ടില്ല എന്റെ ഈ കളി വേണ്ടാട്ടാ. വകുപ്പ് വേറെ ഇല്ലെങ്കിൽ ഞാൻ കേറി ചവിട്ടിയാ പോറ അവിടുന്ന് കാള നായിയെ എന്താ തോന്നിട്ട് രണ്ടിനി. ഒരു കാര്യം ഞാൻ പറയാണ്, ഓന്റെ ആ മരം ഉണ്ടല്ലോ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഓനറിയൂ. അതിന്റെ ചോട്ടില് ഞാൻ ബസ് നോക്കിയോ നോക്കിയോ നശിപ്പിക്കും ഞാൻ ആ പ്ലാവ്. അപ്പോ ഇതുപോലുള്ള നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും സദാസമയം പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോളൂ. അപ്പൊ നമുക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ഭയമല്ല വേണ്ടത്, വെരി ഗുഡ്. ജയ് കുറവാ സംഘം അല്ല ജാഗ്രതാ സമിതി. പണ്ടൊക്കെ കള്ളന്മാരെ പേടിച്ചാൽ മതി. ഇപ്പൊ കള്ളന്മാരെക്കാരും ഭീകരന്മാരാ വരും. അറിയാം നമുക്ക് ഒക്കെ അയക്കി എന്താണ് ആ കൗത്തിൽ കിടക്കണം, കാത് കിടക്കണം, കൈമ കിടക്കണം കൊണ്ട് അയച്ചൂട്. എന്താ പറയണത്? ഇതൊക്കെ എനിക്ക് ഇടണ്ട ഈ കമ്മലമില്ലാതെ ഞാൻ അങ്ങനെ പറ്റൂല. എന്റെ സൂറ എനിക്ക് കൗത്തും വേണ്ട. എനിക്ക് കൗത്തുമാണെങ്കിൽ ഈ അത് അയച്ചോ ഉരുക്കൊണ്ട് നോക്കിക്കല്ലേ. ഇത് വേണമെങ്കിൽ ഊരാ അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂറ. എന്നെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഈ ഇവിടെ മനുഷ്യന് മനസ്സമാധാനാണ് മാണ്ടിയേ, അല്ലാണ്ട് സ്വർണ്ണല്ല. അല്ലത്തിപ്പോ വലിയ ലോക്കറിലും കൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോകും. ഇന്ന് അത് വിറ്റ് വലിയ സ്ഥലവും മേടിക്കാന്ന് പറഞ്ഞാല് അതും പറ്റൂല. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്താ കാണിക്കാൻ പോണ കുഞ്ഞി തിന്നാൻ പോവാ? അതെ ഓരെക്കാട്ടും വെളഞ്ഞ ബുദ്ധി എനിക്കുണ്ട് സൂറ. ഇത് കണ്ടു കളി ഈ ഹാർപ്പിക്കിന്റെ ബോട്ടിലൊക്കെ കക്കൂസ് കയറി തരുവോ? ഞമ്മള് ഇതാ ഓരോ മാലി എടിത്തൊക്കെ കേക്ക് ഉസാറാക്കിയിട്ട് പേടിക്കണ്ട. പറയണ കേക്ക് ഇതാണ് ബുദ്ധി. ഇത് ആർക്കും തോന്നാത്ത ബുദ്ധിയാണ് മോളെ. ഇത് എന്റെ മൊയ്തുക്കൊക്കെ മാത്രമേ തോന്നുന്നു. കണ്ടോ ഇപ്പൊ സൈപ്പാണ് ഇത് കേട്. കണ്ടോ ഇതുണ്ടാക്കി നമ്മളിത് ബാത്റൂമിൽ തന്നെ വെക്കും. ഒരു മൊയ്താവും ഓരോ വേറെ ഇടയ്ക്ക് തപ്പത് സാധനങ്ങള് കേറൂല. കേറണ്ട, അതിന് ഇതുണ്ട് സോപ്പ് പൊടിയോ? ആ സോപ്പ് പൊടിന്റെ ഉള്ളിലിട്ടേക്ക്. സോപ്പ് പൊടി ഒരു തുറക്കുവോ? സോപ്പ് പൊടിയൊക്കെ ഞാൻ കവറിലാക്കിയിട്ടുണ്ട്. അതിന്റെ സൈഡിൽ വെക്കൊളിച്ചും കൊണ്ട് കൊണ്ടാ ഒരു ചിന്തിക്കൂല. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമ്മൾ സ്വർണം വെച്ചു. ഇപ്പൊ കണ്ടോ എത്ര ഉറുപ്പ്യന്റെ മുതൽ ഇതിന്റെ അകത്തുണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. ഒരു 5 ലക്ഷം ഉറുപ്പ്യന്റെ മുതലുണ്ട്. ഇത് അറിയോ? അത് കൂടി കൂടെ അയക്കി. ഇത് അയക്കാനാവൂല. അതോ മുറിച്ചാലും നല്ല കത്തിയെടുത്തിട്ട് അല്ലാണ്ട് അത് മാത്രം എന്റെ കൈ മുറിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഞാൻ പറഞ്ഞില്ല. അത് മണ്ട എനിക്ക്. നിങ്ങൾ എന്താ പറയുന്നത്? കള്ളന്മാര് കൈ മുറിക്കോ? എടി കള്ളന്മാരല്ലത്. ഇവരെ പറ്റിച്ച് നാളെ ക്ലാസ്സിന് വന്ന ക്ലാസ്സിലെടുത്ത SI പറഞ്ഞിട്ടുണ്ട് കൈയൊക്കെ വെട്ടിയിട്ടാണ് ഇവർ കൊണ്ടുപോകും. ഇവർക്ക് സ്വർണ്ണം വേണ്ടിയായി. അപ്പൊ ഊരിയെടുത്താൽ കിട്ടൂലേ കൈ ഇവിടുന്ന് മുറിച്ചിട്ട് അവിടെ കൊണ്ടുപോകും. കയ്യമാണെങ്കിൽ അത് കൊണ്ട് തന്നോ? ഊരിക്കോ ഊരിട്ട് ഇതിനകത്ത് കിട്ടും. അത് ബാഗ് അയച്ചൂട്, ഞാൻ അത് കൊണ്ടാക്കട്ടെ. അല്ല ഞമ്മളോടാണ് കുറുവാക്കാരെ കളി. നമ്മുടെ അതിലും വലിയ കളി കളിക്കുന്ന ആൾക്കാരാ. ഇതെന്ത് ആൾക്കാരാന്ന് ഞാൻ ആലോചിക്കുന്നു. ബാഗ് അയച്ചൂട്. ഇതുവരല്ലാത്തൊരു കുറുവ.
ഉമ്മർത്താരും ഉണ്ടല്ലോ. ഉമ്മർത്താരും ഉണ്ട്. അടക്ക് നോക്കട്ടെ. സത്യേട്ടാ നോക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങി വാ. എവിടുന്ന പോപ്പോ ചാടിയത്? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ രാഘവൻ ആ തോക്കെടുക്കായിരുന്നല്ലേ? അതെ, അകത്ത് കയറിക്കോ, വാതിൽ തുറക്കരുത്. ഒന്നും മിണ്ടാതെ. അതെ, വാതിലടച്ചോട്ടാ. എന്ത് സൗണ്ട് കേട്ടാലും പുറത്തിറങ്ങരുത്. പിന്നെ കണ്ടില്ലേ? കണ്ടെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? ഇല്ല. സത്യേട്ടാ, ഈ പരിസരത്തില്ല. ഈ പരിസരം ഉണ്ണിയെ കണ്ട ചാമ്പലട്ടോ. ശരിക്കും കണ്ടില്ലേ? അവിടെ ഒന്നും ഇല്ല ചേട്ടാ. ശരിക്കും കണ്ടില്ലേ? വെറുതെ ആൾക്കാരെ ചിറ്റിക്കരുത്. ശരിക്കും നമ്മള് കണ്ടാണല്ലോ. ഈ പരിസരങ്ങളിൽ മുഴുവൻ നമ്മൾ തിരഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് വന്ന ഇന്നവൻ ജീവനോടെ പോകില്ല. അല്ല, ഇതിന് നമ്മുടെ സുഗതൻ എവിടെ? ഓൻ വരൂല. ഓൻ മനഃപൂർവ്വം വരാണ്ടൊക്കെയാ. അല്ലെ, എല്ലാത്തിലും ഉണ്ടാകും അതുപോലത്തെ. നമ്മളത് നോക്കണ്ട. എന്തേലും സൂചന കിട്ടിയ നമ്മുടെ ആന്റി കുറുവ വാട്സ്ആപ്പ് ഗ്രൂപ്പില്ലേ, അതിലൊക്കെ ലൊക്കേഷൻ തരിക. നമ്മളവിടെ പറഞ്ഞെത്താം. നമ്മളെ നടക്കൂല സത്യം. അന്ന് അങ്ങോട്ട് തിരിഞ്ഞോ.